യാളോ വെൽക്കം. ഇനി ചെങ്ങായിമാരൊക്കെ ഒഴിവാക്കി കസിൻസിന്റെ കൂടെയാണ് പുറത്തിറങ്ങിയത്. അബുദാബിയിലെ കോർണിഷിലെ ഒരു അണ്ടർ റേറ്റഡ് സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് പോയത്. കോർണിഷിന്റെ ഒരു മൂലക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ കടൽ പക്ഷികളുടെ സാന്നിധ്യം ഇപ്പൊ സ്ഥിരമാണ്. ഇതറിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു സ്നാക്ക് കൊടുത്തിട്ട് കുറെ ഫാമിലി ഇവിടത്തേക്ക് വരുന്നുണ്ട്. സ്നാക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ചെടുത്താൽ മതി, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങിട്ട് പോയിക്കോളും. സംഭവം ഉള്ളതാണ്, ഞാനും പരീക്ഷിച്ച് നോക്കി. ഈ സീകളുടെ മെയിൻ പ്രത്യേകത കരക്കുണ്ടെങ്കിൽ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ട് ഒന്ന് കടലിൽ പോയി വെള്ളം തൊട്ട് തിരിച്ചു വരും. അബുദാബിയിൽ നിന്ന് ദുബായ് ദേരയിലല്ലോ ഈ സീഗിളിനെ കാണാൻ വേണ്ടി മാത്രം പോകുന്ന ടീമിനെ എനിക്കറിയാം. ഇനി അതിന്റെ ആവശ്യമില്ല, നമ്മുടെ അബുദാബി കോർണിഷിൽ തന്നെ സംഭവം ഉണ്ട്. കസിൻസും പിന്നെ കസിന്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ പോയത്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കോർണിഷിൽ കറക്റ്റ് സ്പോട്ട് വരുന്നത് അബുദാബി തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. സൺസെറ്റ് സമയത്ത് കോർണിഷിൽ പോയിരിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ചായ മക്കാനി പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ജ്യൂസിന്റെ ഗ്ലാസ്സിലാണ് ഒരു ചായ തരുന്നത്. വള്ള ഫുള്ളാവും, കടിയൊന്നും വാങ്ങണമെന്നില്ല, ഈ ചായ കുടിച്ചാൽ തന്നെ ഫുള്ളാകുന്നുണ്ട്. കോർണിഷിന്റെ നൈറ്റ് വ്യൂസ് ഒക്കെ കണ്ട് നേരെ കസിന്റെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ വേറൊരു കസിൻ കൊണ്ടുവന്ന കല്ലുമക്ക ഉണ്ടായിരുന്നു, അതും കഴിച്ച് മാഹി മച്ചന്റെ വ്ളോഗ്സും കണ്ടിരുന്നു. ഇച്ചങ്ങായിക്ക് വല്ലാത്ത ധൈര്യമാണ്, ഇവനെപ്പോലെ യാത്ര ചെയ്യുന്ന വേറെ ആരും ഉണ്ടോ നമുക്കറിയില്ല. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലെ ചാർജ് തീർന്ന്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ മുതലേ ഞാനിവിടെ ഉണ്ട്, പക്ഷെ ഇതുവരെ ഇനിയൊന്നും കണ്ടിട്ടില്ല. ഫോണിന്റെ ചാർജ് ചെയ്യേണ്ടി വന്നു ഇതിനൊക്കെ ഒന്ന് കാണാൻ. പണ്ട് ചെറിയത്ത് കളിക്കുന്ന ഗെയിമെല്ലാം കളിച്ച് ഉന്തിത്തള്ളി ഫോണിൽ ചാർജാക്കി ഇന്നത്തെ ദിവസം ഖലാസായി.